ഈ നോൺ ബാങ്കിങ് സ്ഥാപനമാണ്. ഈ നോൺ ബാങ്കിങ് സ്ഥാപനങ്ങളിൽ KFCക്ക് നിക്ഷേപിക്കാൻ അധികാരമില്ല, അതേപോലെ അധികാരമില്ലായിരുന്നു പ്രതിപക്ഷ നേതാവ്. അല്ല, അതിനകത്താണ് ഈ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് 1951 ആണ്. ഈ KFCക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം മാറിയാലേ നമ്മുടെ KFCയുടെ പല കാര്യത്തിലുള്ള പരിധികൾ പോലും മാറ്റാൻ പറ്റും. അപ്പോൾ കേന്ദ്ര നിയമമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും നന്നായി നടക്കുന്ന ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിൽ ഒന്നാണ് കേരളത്തിലെ KFC. അതിന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ലാഭത്തിലാണ്. ഈ കിട്ടാക്കടം പരമാവധി കുറച്ച് വലിയ തോതിൽ കടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ഈ സ്ഥാപനം. അത് പല കടവും കൊടുത്തിട്ട് തിരിച്ച് കിട്ടാതെ ആളുകൾ കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് പലിശ കുറയ്ക്കുകയും ആളുകൾക്ക് കൊടുക്കുന്ന പലിശ കുറയ്ക്കുകയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഗവൺമെൻറ് തന്നെ ഷെയർ ക്യാപിറ്റൽ വർദ്ധിപ്പിച്ചാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഈ 33ാമത്തെ വകുപ്പ് ഫണ്ട്സ് ഓഫ് ദി ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എവിടെയാണ് ഇടേണ്ടതെന്ന് പറയുന്നുണ്ട്. 34 ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് പറയുന്നുണ്ട്. അതിനകത്ത് റിസർവ് ബാങ്കിൻ്റെ മറ്റു നോംസ് അനുസരിച്ചിട്ട് 34 ഈ വകുപ്പിനനുസരിച്ച് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാതെ നിയമപരമല്ലാതെ വളരെ സീനിയർ ഒഫീഷ്യൽസ് നയിക്കുന്ന ഒരു കമ്പനിയുടെ ബോർഡ് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ നിയമം അനുസരിച്ചിട്ട് തന്നെയൊക്കെയാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് പൊതുവിൽ ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. മുഖ്യ പ്രഭാഷണം നടത്തുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. അല്ല, ഇന്ന് രാവിലെ ഈ സമയം തീരുമാനിച്ചതൊക്കെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം പറയേണ്ടതാണ്. അതുമാത്രമല്ല, മറ്റൊരു MLA ഇന്ന് അതിനുശേഷം ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ സമയം എന്നോട് പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറഞ്ഞത് പുഷ്പാർച്ചന നടക്കുന്ന സമയത്തൊരു പത്രസമ്മേളനം, പ്രസംഗം നടക്കുന്ന സമയത്ത് മറ്റൊരു പത്രസമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ അത് പത്രപ്രവർത്തകരായ നിങ്ങൾ ചോദിച്ചതുപോലെ ശ്രദ്ധ തിരിക്കാനും അവരുടെ രാഷ്ട്രീയം ഉണ്ടാവും ഇതിൽ. രണ്ടാമത് പറഞ്ഞതും അടിസ്ഥാനരഹിതമായൊരു കാര്യം തന്നെയാണ്. ആ പത്രസമ്മേളനം നേരത്തെ നിയമസഭയിൽ പറഞ്ഞും പുറത്തു പറഞ്ഞും ഒക്കെ തീർന്ന ഒരു കാര്യം സംബന്ധിച്ച് ഇന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സർവീസ് ടാക്സിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് നിങ്ങളത് ഉദ്ദേശിച്ച് അതാണല്ലോ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അത് സംബന്ധിച്ചും യാതൊരു അവ്യക്തതയും ഇപ്പോൾ ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം GST വന്നതിന് ശേഷം GST രജിസ്ട്രേഷൻ ഉണ്ട്. GST വരുന്നതിന് മുമ്പ് സർവീസ് ടാക്സ് കൊടുക്കുന്നതിൻ്റെ നിയമം സംസ്ഥാന സെൽ ടാക്സ് അല്ല, അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം. സെൻട്രൽ ഗവൺമെൻറ്റാണ് അന്നത്തെ സർവീസ് ടാക്സിൻ്റെ അതോറിറ്റി. സർവീസ് ടാക്സ് സംബന്ധിച്ച് അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഓഫീസിൽ ചോദിച്ചു, ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ ചോദിച്ചു, അല്ലെങ്കിൽ മനോരമയുടെ ഓഫീസിൽ ചോദിച്ചു, അല്ലെങ്കിൽ കൈരളിൻ്റെ ഓഫീസിൽ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഇന്ന സാധനം ഉണ്ടോ? ഞങ്ങളുടെ കയ്യിൽ അതില്ല എന്ന് പറയും. എന്ന് പറയുന്ന പോലെ ഒരു ഓഫീസിൽ, ബാംഗ്ലൂരിലെ ഒരു ഓഫീസിൽ ചോദിച്ചു, അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളില്ല എന്ന് പറഞ്ഞാൽ വിവരമേ ഇല്ല എന്നല്ല അർത്ഥം. അപ്പോൾ അത് സംബന്ധിച്ചും വാസ്തവത്തിൽ നേരത്തെ ധാരാളം പറയുകയും ഏകദേശം അടിസ്ഥാനരഹിതമാണെന്നൊക്കെ തെളിഞ്ഞ് പൂർണ്ണമായും സമൂഹം തള്ളിക്കളഞ്ഞൊരു കേസ് ഇന്ന് രാവിലെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനകത്ത് നിങ്ങൾ പറയുന്നത് പോലെയുള്ള ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണും. അത് LDFന് നേരെയല്ല, UDFനകത്തെ കണക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. അത് അവരോട് നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും നന്നാവുക. അങ്ങനല്ല പറഞ്ഞ, ധനമന്ത്രിയെ കൊണ്ട് CPM കള്ളം പറയിപ്പിച്ചു എന്നാണ്. ഞാനത് കണ്ടു, അല്ല വായിച്ചു. വാസ്തവത്തിൽ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് സർവീസ് ടാക്സിൻ്റെ രജിസ്ട്രേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ രേഖകളിൽ വരുന്നതല്ല. ഈ സർവീസ് ടാക്സ് ആ സമയം പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതാണ്. സർവീസ് ടാക്സ് GST വന്നപ്പോഴാണ് GSTക്ക് അകത്തേക്ക് വന്നത്. സർവീസ് ടാക്സ് കേന്ദ്രം മാത്രം പിരിച്ചുകൊണ്ടിരുന്ന സർവീസ് ടാക്സ് GSTയുടെ ഭാഗമായത് അതിന് ശേഷമാണ്.